എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം എന്ന പ്രഭാഷണ പരമ്പരയുടെ 19ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഗീത 2ാം അധ്യായം സാഖ്യയോഗത്തിലെ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. ഇനി നമ്മൾ 41, 42, 43, 44 എന്നീ 4 ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിയോഗത്തെക്കുറിച്ചുള്ളതാണ്. കർമ്മത്തിൽ നിന്നും കർമ്മഫലത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കർമ്മം ചെയ്യാൻ ബുദ്ധിയുടെ പ്രേരണയും നിയന്ത്രണവും അനിവാര്യമാകുന്നതിനാലാണ് കർമ്മയോഗത്തെ ബുദ്ധിയോഗമെന്ന് വിളിക്കുന്നതെന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. ഇനി 41ാം ശ്ലോകം നമുക്കൊന്ന് നോക്കാം. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. അർത്ഥം: സമചിത്തനായ യോഗി തൻ്റെ ലക്ഷ്യത്തിൽ ഏകാഗ്രമനസ്കനാണ്. സമചിത്തതയില്ലാത്തവരുടെ ബുദ്ധി ഒന്നും ചിന്തിക്കാൻ കഴിയാതെ പല വിഷയങ്ങളിൽ അനന്തമായി വ്യാപരിക്കും. ഈ ശ്ലോകത്തിൽ വരുന്ന സമചിത്തതയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ വിവരിച്ചിരുന്നു. വിപരീത ഭാവങ്ങളിൽ ഇഷ്ടവും അനിഷ്ടവും തോന്നാതെ രണ്ടിനെയും തുല്യതയോടെ കാണാനുള്ള മനോഭാവമാണ് സമചിത്തത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും, ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമായി നിർത്തണമെങ്കിൽ അതിന് മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സമചിത്തതയില്ലാത്തവരുടെ ബുദ്ധി ഒന്നും ചിന്തിക്കാൻ കഴിയാതെ പല വിഷയങ്ങളിൽ അനന്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ബുദ്ധിയുടെ നിയന്ത്രണത്തിലല്ലാതെ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ ഇതാകും ഫലം. ഇപ്പറഞ്ഞതിൻ്റെ പ്രായോഗിക വശം മനസ്സിലാക്കാനായി ഒരു ഉദാഹരണം പറയാം. ഡയബറ്റിസ് രോഗമുള്ള രോഗി മധുരപലഹാരങ്ങൾ വർജിക്കേണ്ടതാണ്. പക്ഷേ എന്തിലും ഏതിലും ആഗ്രഹം ജനിപ്പിക്കുന്ന മനസ്സ് മധുരം കഴിക്കാൻ രോഗിയെ പ്രേരിപ്പിക്കും. വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുന്ന ബുദ്ധിയോ അത് വിലക്കും. ഇതിൽ രണ്ടിലേതാണോ വിജയിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും രോഗിയുടെ അനുഭവം. ബുദ്ധി പറയുന്നത് കേട്ട് മധുരം വർജിച്ചാൽ ആരോഗ്യം നിലനിർത്താം, അല്ലെങ്കിൽ മറിച്ചും. ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും വികാര തരത്തിലുള്ളതാണ്. ബുദ്ധിയുടെ പ്രയോഗവും അതിനനുസൃതമായ ജീവിത രീതിയും വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറെയും. അർജുനൻ ബുദ്ധി ഉപയോഗിച്ച് ഏകാഗ്ര മനസ്സോട് കർമ്മം ചെയ്യണമെന്നും അല്ലാതെ മനോതലത്തിൽ ചിന്തിച്ച് വൈകാരികമായി പ്രതികരിക്കരുതെന്നുമാണ് കൃഷ്ണന്റെ ഉപദേശം. ഇനി നാം ചർച്ച ചെയ്യാൻ പോകുന്നത് 42, 43, 44 ശ്ലോകങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട 3 ശ്ലോകങ്ങളാണ് ഇത്. ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച് ജാതിബ്രാഹ്മണ്യത്തെ നിലനിർത്താനായി രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന ഗീതാ വിമർശകരുടെ ആരോപണം എത്ര അബദ്ധജടിലമാണെന്ന് ഈ 3 ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഗീതാ ശ്ലോകങ്ങളെ അവയുടെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയും, ഇനി കഴിവുള്ളവരാണെങ്കിൽ തന്നെ ഗീത പറയുന്നതെല്ലാം സമൂഹത്തിൽ അവതരിപ്പിച്ചാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അത് ഗുണകരമാകില്ല എന്ന് കണ്ട് അതൊക്കെ മറച്ചു പിടിക്കുന്നവരുമാണ് നമ്മുടെ സമൂഹത്തിൽ ഗീതാപ്രചരണം നടത്തുന്നവരിൽ ചിലരെങ്കിലുമെന്ന് എനിക്ക് മനസ്സിലാക്കാനും ഈ 3 ശ്ലോകങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആധ്യാത്മിക പ്രമാണ ഗ്രന്ഥത്തെ മോശമാക്കാൻ, അതിനെ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായവർ പോലും ശ്രമിക്കുന്നു എന്നത് അത്ര നിസ്സാര കാര്യമായി തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ശരി, നമുക്ക് ആദ്യം ആ 3 ശ്ലോകങ്ങളെ ഒന്ന് മനസ്സിലാക്കാം. 3 ശ്ലോകങ്ങളും ചൊല്ലി 3ൻ്റെയും കൂടി അർത്ഥം പറയാം. മിക്ക ഗ്രന്ഥങ്ങളും അവലംബിച്ചിരിക്കുന്ന രീതിയും അതാണ്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത വിപശ്ചിതഃ വേദവാദരതാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാന സ്വർഗപര
ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ. ഈ 3 ശ്ലോകങ്ങളുടെയും കൂടി ഉള്ള അർത്ഥം ഈ പറയുന്നതാണ്. അർജുന, വേദത്തിൻ്റെ അർത്ഥവാദത്തിൽ തൽപരരും ഇതിന്മീതെ വേറൊന്നുമില്ല എന്ന് വാദിക്കുന്നവരും കാമികളും സ്വർഗമാണ് പരമലക്ഷ്യം എന്ന് കരുതുന്നവരുമായ മൂഢന്മാർ ഭോഗൈശ്വര്യ പ്രാപ്തിക്കായി പുനർജന്മമാകുന്ന കർമ്മഫലത്തെ കൊടുക്കുന്നതുമായ ക്രിയാവിശേഷങ്ങളെപ്പറ്റി യാതൊരു കോമളവാക്ക് പറയുന്നവോ ആ വർണ്ണനയിൽ വശീകരിക്കപ്പെട്ടവരും ഭോഗൈശ്വര്യങ്ങളിൽ അമിതമായ ആസക്തിയുള്ളവരുമായ അവർക്ക് സമാധിയിൽ, അതായത് അന്ധകരണത്തിൽ നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി സംഭവിക്കുന്നില്ല. ഞാനീ പറഞ്ഞത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് പറഞ്ഞത് കുറേ കൂടി ലളിതമായി പറയാം. വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ പറയുന്ന പ്രലോഭനപരമായ അത് ചെയ്താൽ ഇത് കിട്ടും എന്ന വിധത്തിലുള്ള പ്രസ്താവങ്ങൾ, ഇതിനെയാണ് അർത്ഥവാദമെന്ന് പറയുന്നത്. അത് മാത്രമാണ് കാര്യമെന്ന് വിശ്വസിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ കിട്ടും എന്ന സ്വാർത്ഥ ചിന്തയിൽ മുഴുകി സുഖഭോഗങ്ങളെയും സ്വർഗപ്രാപ്തിയെയും കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർ മൂഢന്മാരാണെന്നും വ്യവസായാത്മിക ബുദ്ധി, അതായത് റെസൊല്യൂട്ട് ഇൻ്റലക്റ്റ്, ഇവർക്കുണ്ടാകാത്തത് കാരണം ഏകാഗ്ര മനസ്സോടെ ഈശ്വര സാക്ഷാത്കാരത്തിന് അനുപേക്ഷണീയമായ വിധത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു എന്നും അർത്ഥം. ഇപ്പറഞ്ഞത് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ പറയുന്ന സ്വാർത്ഥപരമായ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭോഗചിത്തരായവർക്ക് ഇതിലെല്ലാം മനസ്സുടക്കി കിടക്കയാൽ മോക്ഷപ്രാപ്തിക്ക് ആവശ്യമായ വിധത്തിൽ നിസ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ പുനർജന്മമാകുന്ന നരകാവസ്ഥകളിൽ ചെന്ന് പതിക്കേണ്ട ഗതികേടാണ് വരാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഈ പറഞ്ഞത്? ഇത് ഗീതാകാരൻ എഴുതി വച്ചിട്ടുള്ളതാണ്, ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതൊന്നുമല്ല. നിങ്ങളിൽ എത്ര പേർ ഈ ഗീതാഭാഷ്യം കേട്ടിട്ടുണ്ട്? മിക്കവരും കേട്ടിരിക്കാൻ തരമില്ല. എന്തെന്നാൽ ഗീത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഗീതാ പ്രഭാഷകർക്കും വ്യാഖ്യാതാക്കൾക്കുമൊന്നും വലിയ താല്പര്യമില്ലെന്നതാണ് കാര്യം. പൗരോഹിത്യ മതത്തിനെതിരെ ഇതുപോലെ ശക്തമായ ഒരു വിമർശനം ഗീത നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഗീത ബ്രാഹ്മണാധിപത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഗ്രന്ഥമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നതാണ് ഗീതാ വിമർശകരുടെ പ്രശ്നം. മറ്റു കുറേ പേർക്ക് ഗീത കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട ഈശ്വരവചനങ്ങളുടെ ഗ്രന്ഥമാകിയാൽ അവിടെയും ഈ വിമർശനമൊന്നും ചേർന്നു പോകില്ല. പിന്നെ കുറേ പേർക്ക് ഗീത പറയുന്നതൊന്നും മനസ്സിലാകുന്നുമില്ല. അപ്പോൾ പിന്നെ ഗീത പറയാത്ത കുറേ കാര്യങ്ങളും പറഞ്ഞ് ഗീതയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ അല്ലെങ്കിൽ ഗീതയെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ? പല വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതാ ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഈ അനുഭവം ഉണ്ടായത് ഈ 3 ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ എഴുതിയപ്പോഴാണ്. വളരെ രസകരമാണത്. ഭഗവത്ഗീതയുടെ പ്രചാരത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനത്തിലെ ആചാര്യനെ എൻ്റെ ഇതുവരെയുള്ള വ്യാഖ്യാനങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെട്ട് എൻ്റെ പ്രഭാഷണങ്ങളുടെ ലിങ്കുകളെല്ലാം ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ പ്രദർശിപ്പിക്കുമായിരുന്നു. ചില സമയത്ത് 10ഓളം ബ്ലോഗ് ലേഖനങ്ങളുടെ ലിങ്കുകൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അതായത് ഗീത 2-ാം അധ്യായം 42, 43, 44 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം വരെ എൻ്റെ ഗീതാ വ്യാഖ്യാനങ്ങളെല്ലാം അദ്ദേഹത്തിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു എന്നർത്ഥം. പക്ഷേ ഈ ശ്ലോകങ്ങൾ ശരിക്കും പഠിച്ച്, അതായത് ഈ 42, 43, 44 ശ്ലോകങ്ങൾ ശരിക്കും പഠിച്ച് ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഗുരു നിത്യചൈതന്യയതി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എഴുതിയ ലേഖനം അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് അപ്രൂവ് ചെയ്തില്ല എന്ന് മാത്രമല്ല,
അതുവരെ ആ ഗ്രൂപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിരുന്ന എൻ്റെ ലേഖനങ്ങളുടെ എല്ലാം ലിങ്കുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇത് അബദ്ധത്തിൽ പറ്റിയതായിരിക്കുമെന്ന് ചിന്തിച്ച് പലവട്ടം ആ സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കാത്ത വിധം എല്ലായിടവും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു. എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള 3 ശ്ലോകങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് ഒരു ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ വാക്കുകളുടെ പിൻബലത്തിൽ അവതരിപ്പിച്ചു, അത്രമാത്രം. പക്ഷേ അത് മറ്റാരും കേൾക്കരുതെന്ന് ഈ ആചാര്യന് എന്തായിരുന്നു ഇത്ര നിർബന്ധം? നിങ്ങൾ ചിന്തിച്ചോളൂ. അങ്ങനെ ഗീത പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലൂടെ വെളിയിൽ വന്നാൽ ഗീതാ വിമർശകരുടെയും ഗീതാ ഭക്തരുടെയും എല്ലാം പ്രതിഷേധമുണ്ടായി ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം എന്നതായിരിക്കണമല്ലോ കാര്യം. എല്ലാവരും ചെയ്യുന്നത് ഇതാണ്. ഗീതയിൽ പറഞ്ഞിട്ടുള്ളതല്ല പലരും പറയുന്നത്. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗീതയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലാണ് പലർക്കും ഇവിടെ താല്പര്യം. ഇവരുടെയൊന്നും അനുഗ്രഹാശസ്സുകൾ ലഭിക്കില്ലെന്നറിയാമെങ്കിലും ഒരു മഹനീയ പാരമ്പര്യത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥത്തെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് ഒട്ടും തന്നെ മായം ചേർക്കാതെ നിങ്ങളോട് പറയണമെന്ന ആഗ്രഹത്തിലാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്താണ് ഞാൻ ഈ എഴുതിയതിൻ്റെ പിറകിലെ കഥ, അല്ലെങ്കിൽ ഈ 3 ശ്ലോകങ്ങളിലെ കാര്യം എന്താണ്? ഇതൊന്ന് വിശദമായി പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഗീതാകാരൻ ആ ശ്ലോകങ്ങളിൽ പൗരോഹിത്യ മതത്തിനെതിരെ ഇത്ര കടുത്ത ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത്? ഇത് പറയാനുള്ള അന്നത്തെ മതപരമായ പശ്ചാത്തലം എന്തായിരുന്നു? ഇപ്പറഞ്ഞതും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ബുദ്ധിയോഗവുമായി എന്താണ് ബന്ധം? ഇപ്പറയുന്നതിൽ നിന്നും വേദാന്തപരമായി നാം ഉൾക്കൊള്ളേണ്ടത് എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അടുക്കും ചിട്ടയോടും പറയാനായി ഞാൻ എൻ്റെ ഗ്രന്ഥത്തെ തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. സുദർശനം ഭാഷാഭാഷ്യത്തിൻ്റെ 119 മുതൽ 124 വരെയുള്ള പേജുകളിലായി ഈ വിഷയം സവിസ്തരം ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതിനെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഈ ശ്ലോകങ്ങൾ വെളിച്ചം വീശുന്നത് ഭഗവത്ഗീത എഴുതപ്പെട്ട കാലത്തെ സാമൂഹിക വ്യവസ്ഥിതിയിലേക്കാണ്. വേദങ്ങളെ അടിസ്ഥാന പ്രമാണമാക്കിയുള്ള മതം മാത്രമായിരുന്നു അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. വേദങ്ങൾക്ക് കർമ്മകാന്ഡം, റിച്വലിസ്റ്റിക് സെക്ഷൻ, ഉപാസനാകാന്ഡം, ഡിവോഷണൽ സെക്ഷൻ, ജ്ഞാനകാന്ഡം, നോളജ് സെക്ഷൻ എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ടെന്നും ഈ ഭാഗങ്ങൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇതൊക്കെ ഭഗവത്ഗീതയുടെ പശ്ചാത്തലമാകുന്നത് എങ്ങനെയാണെന്നും മറ്റുമുള്ള പൊതുവായ കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ വിശദീകരിച്ചിരുന്നു. പലതരത്തിലുള്ള ഭൗതിക സുഖഭോഗങ്ങൾ നേടാനും സ്വർഗപ്രാപ്തി വര ലഭിക്കാനും വേണ്ടി ചെയ്യേണ്ട യജ്ഞാദി കർമ്മങ്ങളെ വിശദീകരിക്കുന്ന വേദഭാഗമാണ് കർമ്മകാന്ഡം. വേദപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ രചിച്ച് സമൂഹത്തിൽ ചാതുർവർണ്ണ്യം നടപ്പിലാക്കി വേദങ്ങൾ പഠിക്കാനും പ്രയോഗിക്കാനുമുള്ള അർഹത വൈദിക മതത്തിലുള്ളവർക്ക് മാത്രമായി നീക്കിവെക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. അങ്ങനെ വേദാധികാരികളായി തീർന്ന വൈദിക ബ്രാഹ്മണർ വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ പറയുന്ന സ്വർഗപ്രാപ്തി ഉൾപ്പെടെയുള്ള സുഖഫലങ്ങളിൽ കണ്ണും നട്ട് യാഗങ്ങളിലും ഹോമങ്ങളിലും യജ്ഞങ്ങളിലും മുഴുകിക്കഴിഞ്ഞതിനെയാണ് ഗീതാകാരൻ 42, 43, 44 എന്നീ ശ്ലോകങ്ങളിൽ പരാമർശിക്കുന്നത്. സ്വാർത്ഥപരമായ വിഷയങ്ങളിൽ മാത്രം മനസ്സ് വ്യാപരിച്ചുകൊണ്ട് വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നും അവർക്ക് അതൊന്നും തന്നെ കിട്ടുകയില്ലെന്നും മാത്രമല്ല, സ്വാർത്ഥപരമായ വിഷയങ്ങളിൽ മാത്രം അവരുടെ മനസ്സ് വ്യാപരിക്കിയാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് അനുപേക്ഷണീയമായ ഏകാഗ്രത മനസ്സിൽ ലഭിക്കാതെ ഈശ്വരനിൽ നിന്നും അവർ അകന്നു പോകുന്നു എന്നാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. ഒരുവൻ്റെ ജന്മത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, മറിച്ച് കർമ്മത്തിൻ്റെ സ്വഭാവമാണ് അവനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുകയോ ഈശ്വരനിൽ നിന്ന് അകറ്റുകയോ ചെയ്യുന്നതെന്നർത്ഥം. ഈശ്വരനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരെന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നവർ അവരുടെ തെറ്റായ കർമ്മങ്ങളാൽ യഥാർത്ഥത്തിൽ ഈശ്വരനിൽ നിന്നും വളരെ അകന്നു നിൽക്കുന്നവരാണെന്നാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. വ്യാസമഹർഷിയെപ്പോലെ സമത്വവാദിയായ ഒരു സന്യാസി വര്യൻ ഇങ്ങനെ പറയണമെങ്കിൽ അക്കാലത്തെ പൗരോഹിത്യ മതത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ധർമ്മശാസ്ത്രങ്ങളെ പ്രമാണമാക്കിയ പൗരോഹിത്യമതം സമൂഹത്തിൽ തിന്മയുടെ വിളയാട്ടം നടത്തി ഹൈന്ദവ ദർശനങ്ങൾക്ക് വലിയ ആഘാതം ഏൽപ്പിച്ച കാലത്തിനു ശേഷം നാസ്തിക മതങ്ങളായ ബുദ്ധമതവും ജൈനമതവും ഉണ്ടായി ഭാരതത്തിലുടനീളം പ്രചരിച്ച് ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് മഹാഭാരതവും അതിലുൾപ്പെടുന്ന ഭഗവത്ഗീതയും രചിക്കപ്പെട്ടിട്ടുള്ളതെന്നത് ചരിത്രമാണ്. ഇതൊക്കെ ആമുഖത്തിൽ വിവരിച്ചിട്ടുണ്ട്. സ്വാർത്ഥലക്ഷ്യങ്ങൾ നേടാനുള്ള യജ്ഞങ്ങളുടെ പേരിൽ നരഹത്യയടക്കം നടത്തി ഹിംസ സാമൂഹിക സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റി അധികാരിവർഗം സാധാരണ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന അക്കാലം സമൂഹത്തിൽ സൃഷ്ടിച്ച അശാന്തിയും അതുമൂലം സനാതനധർമ്മത്തിന് വന്ന് ഭവിച്ച അപകീർത്തിയും ഇതൊക്കെ കാരണം സാധാരണ ജനങ്ങൾ നാസ്തിക മതങ്ങളുടെ പിറകെ പോയി സമൂഹത്തിൽ ഈശ്വരചിന്ത കുറഞ്ഞതുമെല്ലാം വ്യാസമുനിയെപ്പോലെ സാത്വികരായ മനുഷ്യരിൽ ഉണ്ടാക്കിയ വ്യഥയും അമർഷവും എല്ലാം പ്രതിഫലിക്കുന്നതാണ് മേലുദ്ധരിച്ച 3 ഗീതാശ്ലോകങ്ങളും. ഗാന്ധാരം മുതൽ വിദേഹം വരെ തിങ്ങി നിറഞ്ഞ യാഗധൂമം കൊണ്ടും എങ്ങും പൊങ്ങിയ പശുരോദനം കൊണ്ടും ഇന്ത്യയുടെ ആകാശമന്ന് ഏറ്റവും കലുഷിതമായിരുന്നു എന്നാണ് പ്രൊഫസർ സുകുമാർ അഴീക്കോട് ഈ കാലഘട്ടത്തെപ്പറ്റി തൻ്റെ തത്വമസി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയോഗമാണ്. കർമ്മയോഗത്തിനും ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ശ്ലോകങ്ങൾക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങൾ മനുഷ്യരെ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തരാക്കി ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രാപ്തരാക്കുമെന്നും അങ്ങനെയുള്ള നിഷ്കാമകർമ്മം ചെയ്യാൻ ബുദ്ധിപൂർവകമായി ചിന്തിക്കേണ്ടതുണ്ടെന്നും നമ്മൾ കഴിഞ്ഞ ചില ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേ തുടർന്ന് വരുന്ന ഈ 3 ശ്ലോകങ്ങളെയും അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കർമ്മയോഗ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാർത്ഥപരമായ കർമ്മങ്ങൾ മനസ്സിൻ്റെ ഏകാഗ്രത നശിപ്പിക്കുന്നതാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം സുഖദായകങ്ങളായ ഫലങ്ങൾക്കായി യജ്ഞം ചെയ്യുമ്പോൾ അത് മനോതലത്തിലുള്ള സ്വാർത്ഥകർമ്മം മാത്രമാകുകയാണ്. കർമ്മയോഗത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തപ്രകാരം സ്വാർത്ഥകർമ്മങ്ങൾ മോക്ഷപ്രാപ്തിക്ക് വിരുദ്ധവും പുനർജന്മത്തിന് കാരണവുമാണ്. ചുരുക്കത്തിൽ നിസ്വാർത്ഥമായി യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്ത് മോക്ഷത്തിന് യോഗ്യരാകേണ്ടവർ സ്വാർത്ഥമോഹങ്ങളോടെ യജ്ഞകർമ്മങ്ങൾ ചെയ്ത് ജനിമരണങ്ങളാണ് സമ്പാദിച്ചു കൂട്ടുന്നത്. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണ ജയ എന്ന് ഭാഗവതം ആദ്യപാദ കീർത്തനത്തിൽ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കാർക്കും ഇനി ഒരു ജന്മം വേണ്ട എന്നാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. എല്ലാവരും മോക്ഷം പ്രാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്വാർത്ഥപരമായ കർമ്മങ്ങൾ ചെയ്താൽ അത് സംഭവിക്കില്ല. വീണ്ടും വീണ്ടും പുനർജന്മത്തിൽ കുരുങ്ങിക്കിടക്കേണ്ടി വരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ സ്വാർത്ഥരഹിതമായി കർമ്മം ചെയ്യുക എന്നാണ് അർത്ഥമെന്നിരിക്കെ യജ്ഞങ്ങളെ തന്നെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്ന് പറയുന്നതിലെ വിരോധാഭാസം എത്ര വലുതാണ്. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നടന്നിരുന്നത് ഇതായിരുന്നു, ഇന്ന് നടക്കുന്നതും ഇത് തന്നെ. മേലുദ്ധരിച്ച 3 ശ്ലോകങ്ങളിൽ നിന്നും ഭഗവത്ഗീത അത് രചിക്കപ്പെട്ടതിനും അതിനു മുൻപ് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലെ ഭാരതീയ സമൂഹത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണെന്ന് കാണാം. ഹൈന്ദവ സമൂഹത്തിൽ പ്രകടമായി കണ്ട ബോധരാഹിത്യത്തെയും തിന്മകളെയും നിശിതമായി വിമർശിക്കുന്നതിൽ ഗീതാകാരൻ തെല്ലുമടിയും കാണിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് മേലുദ്ധരിച്ച 3 ശ്ലോകങ്ങളും. എന്നാൽ ഗീതയുടെ ഈ സാമൂഹിക വിമർശനങ്ങളെയും അതിൽ നിഴലിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയെയും അവയെ അർഹിക്കുന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളിലെത്തിക്കുന്നതിൽ ഗീതാ വ്യാഖ്യാതാക്കളിൽ പലരും വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്നാണ് പല ഗീതാ വ്യാഖ്യാനങ്ങളും വായിച്ചപ്പോൾ തോന്നിയത്. ആത്മവിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭക്തിയുടേത് മാത്രമായ ഒരു പരിവേഷം ഗീതയ്ക്ക് ചാർത്തി നൽകാനുള്ള വ്യഗ്രതയിൽ ഇതിനൊക്കെ ചേരാത്തതെന്ന് തോന്നിയ ഗീതാവിഷയങ്ങളെ വ്യാഖ്യാതാക്കൾ കണ്ടില്ലെന്ന് നടിച്ചതാകാം. ഈ സമീപനം ഗീതയെ അതിൻ്റെ സമഗ്രതയിൽ സമൂഹം മനസ്സിലാക്കുന്നതിനും ഗീതയ്ക്കെതിരെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോപണങ്ങളെ ഫലവത്തായി പ്രതിരോധിക്കുന്നതിനും തടസ്സമാകാനും കാരണമായിട്ടുണ്ടാകാം. ഈ വിഷയത്തെപ്പറ്റി ഭഗവത്ഗീത സ്വാധ്യായം എന്ന തൻ്റെ കൃതിയിൽ പണ്ഡിതാഗ്രേസരനായ ഗുരു നിത്യചൈതന്യ യതി എഴുതിയിട്ടുള്ള വാക്കുകൾ വളരെ പ്രസക്തവും ചിന്തനീയവുമാണ്. അതിൽ നിന്നും പ്രസക്തമായ ഏതാനും ചില വരികൾ താഴെ കുറിക്കുന്നു. ഇത് ഗുരു നിത്യചൈതന്യ യതി എഴുതിയിട്ടുള്ളതാണ്. ഭാരതത്തിലെ ദാർശനിക ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം വേദത്തെ സംബന്ധിക്കുന്ന ഈ പരാമർശങ്ങൾ മനസ്സിലാക്കേണ്ടത്.
പൗരോഹിത്യവും രാജകീയ വാഴ്ചയും അന്യോന്യം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ജനതയെ ചൂഷണം ചെയ്യുന്ന പ്രവണത ലോകത്തെവിടെയും നൂറ്റാണ്ടുകളായി നിലനിന്ന് പോന്നിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. സ്വാർത്ഥമതികളായ പുരോഹിതവർഗം വേദത്തെയും അവരുടെ ചൂഷണത്തിൻ്റെ മുഖ്യോപായമായി ഒരു കാലത്ത് ഉപയോഗിച്ചു വന്നിരുന്നു. ശ്രേയസിനെയും പ്രേയസിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് നിശ്രേയസിലേക്ക് ഉയരുവാൻ പഠിപ്പിക്കുന്ന ഋഷിപ്രോക്തമായ ഗീതോപദേശം കണ്ടിൽ നിന്ന് നടിക്കുകയോ തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നത് നല്ല പ്രവണതയല്ല. ജീവിത ലക്ഷ്യമായ മോക്ഷത്തെ മാറ്റിവെച്ചുകൊണ്ട് ഭോഗൈശ്വര്യങ്ങൾ കർമ്മഫലമായി സിദ്ധിക്കുമെന്ന് കരുതി സങ്കീർണമായ യാഗാദി കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവരെയും ഗീത സത്യസരണിയിൽ നിന്ന് വ്യഭിചരിക്കുന്നവരായി എണ്ണിയിരിക്കുന്നു. വൈദികതയുടെ മുഖം മൂടി വെച്ച് ആര്യന്മാരെന്ന് അഭിമാനം കൊണ്ട് നടക്കുന്ന പല വ്യാഖ്യാതാക്കൾക്കും ഗീതയുടെ ദാക്ഷിണ്യമില്ലാത്ത സത്യാവബോധം വളരെ അസൗകര്യമായി തോന്നിയിട്ടുണ്ട്. ഇവിടെ പുഷ്പിതമായ വാക്കുകൾ പറയുന്നവരായി എടുത്തുകാട്ടിരിക്കുന്നവരുടെ പട്ടികയിൽ അവരെയും പെടുത്താം. ആധുനിക ഭാരതത്തിലെ സാർവഭൗമന്മാരെന്ന് കരുതപ്പെടുന്ന ചില മഹാന്മാർ പോലും ഗീതയുടെ ഈ മനോഭാവം കാണാത്ത മട്ട് നടിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ഭഗവത്ഗീതാ വ്യാഖ്യാനം. ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ ഗുരു നിത്യചൈതന്യ യതി ഈ 3 ശ്ലോകങ്ങളുടെയും സ്വാരസ്യം വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇനി പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ 3 ശ്ലോകങ്ങളുടെയും അതിനു മുൻപിലെ കർമ്മയോഗത്തെ സംബന്ധിക്കുന്ന മറ്റു ശ്ലോകങ്ങളുടെയും ആത്യന്തികമായ താല്പര്യം ഇതാണ്: ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മം മഹത്തരമാണ്. അതിനായിട്ടാണ് മനുഷ്യർ ശ്രമിക്കേണ്ടത്. ഭാഗ്യം വാഗ്ദാനം ചെയ്യുന്ന പലവിധ പ്രലോഭനങ്ങളും ചുറ്റിലുമുണ്ടാകും. ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമാക്കുന്നവർ ഈ പ്രലോഭനങ്ങളിലൊന്നും ചെന്ന് ചാടി ജീവിതം വ്യർത്ഥമാക്കരുത്. സ്വാർത്ഥമോഹപ്രേരിതമായ കർമ്മം ആത്മസംതൃപ്തി നൽകില്ല, ആത്മസംഘർഷമേ നൽകൂ. ഒന്നും തന്നെ വെറുതെ കിട്ടില്ല. അർപ്പണ മനോഭാവത്തോടെയുള്ള കർമ്മമാണ് ആവശ്യം. ഈശ്വരാർപ്പിതമായ നിഷ്കാമ കർമ്മമാണ് ആനന്ദത്തിൻ്റെ ആണിക്കല്ല്. ഇനി ചിന്തിക്കാം, ഈ ഭഗവത്ഗീതാ സന്ദേശം വെച്ച് നോക്കിയാൽ നമ്മുടെ ആധ്യാത്മിക നിലവാരം എന്താണ്? ഭഗവത്ഗീത എഴുതിയ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ അപഥസഞ്ചാരങ്ങളെയാണ് മുകളിൽ പരാമർശിച്ച 3 ശ്ലോകങ്ങളിലും ഗീതാകാരൻ വിമർശിക്കുന്നതെങ്കിലും മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്കും അതൊക്കെ നേടിയെടുക്കാൻ ഈശ്വരനെ കൂട്ടുപിടിക്കാം എന്നുള്ള വ്യാമോഹത്തിനും ഇന്നും കുറവൊട്ടും വന്നിട്ടില്ല. നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ അത്രയും നിഴലിക്കുന്നത് സ്വാർത്ഥതയാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം തന്നെ സ്വാർത്ഥലാഭങ്ങൾ നേടാൻ വേണ്ടിയുള്ളതാണ്. ഗീത കാണിച്ചു തന്ന വഴിയിലൂടെയാണോ നാം നടക്കുന്നത്? അല്ല. എന്നിട്ട് നമ്മൾ പറയുന്നു ഗീതയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗീത യഥാർത്ഥത്തിൽ നല്ല കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും വേണ്ട. അതിനിപ്പം ഗീതയെ പഠിച്ചിട്ട് കാര്യമെന്താണ്? ആദർശ പ്രമാണങ്ങളുടെ എല്ലാം പ്രശ്നം ഇതാണ്. അത് കൈകാര്യം ചെയ്യുന്ന സ്വാർത്ഥരായ മനുഷ്യർക്ക് ആദർശങ്ങളോട് താല്പര്യമുണ്ടാകില്ല. അവരതെല്ലാം മാറ്റിവെച്ചിട്ട് അവരുടെ വഴിയേ പോകും. നമ്മുടെ രാഷ്ട്രീയം നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും. നമ്മുടെ രാജ്യത്തെ പല രംഗങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്: ആ പ്രമാണങ്ങളെല്ലാം നല്ല ആദർശപരമായിട്ടുള്ളതാണ്, പക്ഷേ അതൊന്നും പാലിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതൊന്നും കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കത് ഒട്ടും താല്പര്യമില്ല. പക്ഷേ നമ്മൾ ഈ പ്രമാണങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ കുറ്റത്തിന് ഈ പാവം പ്രമാണങ്ങളാണ് കുറ്റക്കാരെന്ന് നമ്മൾ പഴിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താം. ഇനി അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.